നിക്കവൻ. ഗുരുദേവ, ഇതാണ് ലാസ്റ്റ്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടി ഈ ചാരി ഇതോടെ നിർത്തി. അതൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടൂടാ. എന്നാലും ദുർഗന്ധം ഇപ്പൊ സഹിക്കണ്ടേ? എടാ, പുഴുവിലിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ലാന്ന് നിർബന്ധം പിടിക്കരുത്. അതല്ല വിവരദോഷം പറയാതിരിക്കുക. ദോഷം കാട്ടല്ലേ? ഒന്നും മിണ്ടണ്ട വരിക. ക്ഷമിക്കേ ബാലുബായി, നിങ്ങള് ജീവനോടെ ഇരിക്കുമ്പോ അനിയൻ മരിച്ചു പോയത് സങ്കടായി. അതിന് അല്ല, ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞല്ല കേട്ടോ. എടാ ചാരി, കർമ്മങ്ങൾ തുടങ്ങുക, വേഗം ആയിക്കോട്ടെ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനായ സർവവിഘ്നോപശാന്തേ. അതെ, ഈ അരി അങ്ങോട്ട് വാങ്ങുക, ആ ശവങ്ങളുടെ വായിലേക്ക് അങ്ങോട്ട് ഇടുക. ഓം വിഷ്ണുവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം ദാമോദരായ നമഃ. ആ, ഇത് മൂന്നും എടുത്തോണ്ട് പോയി കത്തിച്ച് കളയാ. അല്ലല്ല, നോമ്പ് ഉദ്ദേശിച്ചത് ദഹിപ്പിക്കുക എന്നാണ്. ഇത്ര പെട്ടെന്നോ? വായിക്കരിയിട്ടതല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അരി വേവിച്ച സാമ്പാറും തോരനും കൂട്ടി ഒരു സദ്യ കൊടുത്ത് വിടാം. ബാലുഭായ്, ആ ദക്ഷിണ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കില്. സക്കീറേ, റൗഡികളാണെങ്കിലും സിനിമാക്കാരെ പോലെ തെണ്ടികളല്ല. കർമ്മം ചെയ്യാമെന്നവനെ കൊലയാളിയാക്കുന്നുടാ പൊന്നം. എന്താ, എന്തുകൊണ്ടായിക്കൂടാ? നമ്മുടെ ബിസിനസ്സിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു സംശയം വേണ്ടണ്ണ, ഇവൻ തന്നെയാ ഈ കുടുംബിയാന്നവൻ ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുകയായിരുന്നു. നീ വെറുതെ ചൂടാവണ്ട. ഇതൊരു നിസ്സാര കാര്യമല്ല, സീരിയസ് കാര്യമാ. പൂജാരിയാണെന്ന് കരുതി അവനെ വെറുതെ വിടരുത്. അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. എന്നിട്ട് അവിടുന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം. വാടാ പിള്ളേരെ. ഞാപ്പൂന്റെ അപഹാരം കാണുന്നുണ്ട്. നിങ്ങളുടെ മോൻ എവിടെ? നമ്മുടെ മോനല്ല ജാതകം നോക്കണ നോമാ. അല്ല, നിങ്ങളുടെ മോൻ എവിടെയെന്ന് നോം പറയണത് അങ്ങോട്ട് കേൾക്ക. പറഞ്ഞോളൂ. നിങ്ങളുടെ ഒന്ന് വീക്ക് ഒന്ന് സ്ട്രോങ്ങാ. ഏത് വീക്ക് ഏത് സ്ട്രോങ്? ശുക്രൻ വീക്ക്, ശനി സ്ട്രോങ്ങാ. ഈ വർഷം നിങ്ങൾക്ക് ബഹുമോശ. അടുത്ത വർഷം ഇതിനേക്കാളും മോശ. ഈ അടുത്ത കാലത്തും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ലേ? അല്പം മാറ്റം അടുത്ത വർഷ. മിക്കവാറും കുത്തുവാള എടുക്കും. ആ, ഈ കാപ്പി കുടിച്ചോളൂ. താനാരാ? അതെ, തന്നെ ഞാൻ എവിടെയോ കണ്ടിരിക്കണു. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ. എടാ ചാരി, അടുത്ത പാഴ് ഇങ്ങോട്ട് കേറിയിരിക്കുക. ഗുരുദേവ, എന്താ ഒരു പാരവശ്യം? ഒരു ശുഭവാർത്ത പറയാനുണ്ട്, ഇങ്ങോട്ട് കേറുക. കോടിക്കണക്കിന് കാശ് കിട്ടുന്ന എന്തോ പരിപാടി ഒത്തിട്ടുണ്ടല്ലോ. കോടിയോ? അങ്ങനെ അങ്ങോട്ട് പോയാ എങ്ങനെയാ? കുറച്ചുകൂടി പറയാണ്ടേ? ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? മനുഷ്യൻ കൈ നോക്കിക്കുന്നത് 4 നല്ല കാര്യം അറിയാൻ വേണ്ടിയാ. ആളെ വടിയാക്കുന്ന ഇഡിയറ്റ്. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ അമ്മായി ഫോൺ ചെയ്യുന്നു. എന്തിനാ ഗുരുദേവ? അന്ന് പബ്ബിന്ന് വന്നത് മുതലേ വേളി കഴിക്കണം എന്ന് പറഞ്ഞ അന്ന് ഒറ്റക്കാലി നിൽക്കുക. ആ മരം കയറി ഗുരുദേവന്റെ വേളിയാൻ പോവാ. അനുഭവിച്ചോളൂ. അമ്മേ, ചാരിയെങ്ങാനും ഇഷ്ടമെന്നറിഞ്ഞ പട്ടു മിക്കവാറും തൂങ്ങിച്ചാവും. അവൻ പോയി ചാവണമെങ്കിൽ ചാവട്ടെ. അവനെ കുറിച്ച് ആലോചിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. വന്നു എന്നാ തോന്നണേ. വരിക പട്ടു. ചന്തു എവിടെ? അവളവിടെ നാണിച്ചിരിക്കുക. ഞാൻ വിളിക്കാം. ഓഹോ. ചന്തു. ഗുരുദേവ, ഇവളെന്തിനാ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കണേ? പുറത്തു പോവാ. ഞാനൊന്നും ഇവിടെ ഉദ്ദേശിച്ച നിന്നോട്ടെ പട്ടു. വേണ്ട ചന്തു, നമുക്ക് മറ്റാരും വേണ്ട. നീയും ഞാനും അമ്മായിയും. നീ പുറത്തു പോയിരിക്ക. 2 പേരകത്തു പോയി ഒരുത്തൻ വെടിയിൽ വന്നു. ഞാനൊരു പ്രേമത്തിൽ വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ പെട്ടുപോയി. അക്കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കേൾക്കുമ്പോ നമുക്ക് കൊണ്ടൊരു സംഭ്രമം. നോവ് ഇപ്പൊ വരാ. എടാ ചാരി, വേളി കഴിഞ്ഞോ? ഒരു വല്ലാത്ത അവസ്ഥയാടാ. നമ്മുടെ ഹൃദയം ഇങ്ങനെ വിറയ്ക്കണ പോലെ. പ്രായം കുറെ ആയതല്ലേ, ഉറപ്പായിട്ടും വിറയ്ക്കും. മിണ്ടരുത്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? അവൻ വന്നു, സംസാരിച്ചു. ഇവൻ അവിടെ തന്നെ നിന്നു. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? മിണ്ടായിരിക്കടാ, കാത്തിരുന്ന് കാണാം. ഇതെന്താ കഥ? കാലത്തെ മുതൽ ഈ വാനരന്മാരെ നമ്മളെ ഫോളോ ചെയ്യണല്ലോ. അവന് നമ്മളെ കുറിച്ച് സംശയം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് അവന്റെ വരവ്. നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.